ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. അധ്യായം 4 അതീന്ദ്രിയ ജ്ഞാനം. ശ്ലോകം 10. വീതരാഗഭയക്രോധാ മന്മയാ മാമുപാശ്രിതാഃ ബഹവോ ജ്ഞാനതപസാ പൂതാ മദ്ഭാവമാഗതാഃ. വിവർത്തനം. രാഗം, ഭയം, ക്രോധം എന്നിവയിൽ നിന്ന് മോചിതരായി എന്നിൽ തന്നെ മുഴുകി ശരണം പോകിയ അനേകം പേർ എന്നെ പറ്റിയുള്ള ജ്ഞാനത്താൽ ശുദ്ധീകൃതരായി എന്നിൽ ദിവ്യപ്രേമബദ്ധരായിട്ടുണ്ട്. ഭാവാർത്ഥം. മുമ്പ് പറഞ്ഞ പ്രകാരം ഭൗതികത അത്യധികമായി ബാധിച്ചവർക്ക് സർവോത്കൃഷ്ടമായ കേവല സത്യത്തിൻ്റെ വ്യക്തിഗത സ്വഭാവം മനസ്സിലാക്കാൻ പ്രയാസമാണ്. ദേഹാത്മബോധത്തോടെ ജീവിക്കുന്നവർക്ക് ഭൗതികതയിൽ മുഴുകിപ്പോകുക കൊണ്ട് പരമോന്നതമായത് എങ്ങനെ ഒരു വ്യക്തിയാകുമെന്ന് മനസ്സിലാക്കാൻ സാധ്യമല്ല. അങ്ങനെയുള്ള ഭൗതികതാവാദികൾക്ക് അനശ്വരവും ജ്ഞാനസമ്പൂർണവും ശാശ്വതാനന്ദപൂർണവുമായ ഒരു ദിവ്യ ശരീരമുണ്ടെന്ന് സങ്കല്പിക്കാൻ പോലും സാധിക്കുകയില്ല. ഭൗതിക ഭാവനയിൽ ദേഹം നശ്വരവും അജ്ഞാനഭരിതവും ദുരിതപൂർണവുമാണ്. ഭഗവാന്റെ രൂപത്തെപ്പറ്റി കേൾക്കുമ്പോഴും സാധാരണ ജനങ്ങൾക്ക് ശരീരത്തെക്കുറിച്ച് ഇതേ ധാരണയാണുണ്ടാവുന്നത്. ഭൗതികവാദികളായ അത്തരക്കാരുടെ ദൃഷ്ടിയിൽ അതിബൃഹത്തായ ഭൗതിക പ്രപഞ്ചമാണ് പരമോന്നതമായത്. അതുകൊണ്ടവർ പരമസത്യത്തെ നിരാകാരമെന്ന് കരുതുന്നു. അത്രയേറെ ഭൗതിക ആസക്തരാകയാൽ ദേഹവിമുക്തിക്ക് ശേഷവും വ്യക്തിത്വം പുലർത്തിപ്പോരുന്ന ആശയം തന്നെ അവർക്ക് ഭയാനകമാണ്. ആത്മീയ ജീവിതത്തിലും വ്യക്തിത്വം നിലനിൽക്കുന്നു എന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ വീണ്ടും ഒരു വ്യക്തിയാകുമെന്ന ഭയം കൊണ്ട് അവ്യക്തഗതമായ ശൂന്യതയിൽ ലയിക്കുന്നതാണതിലും ഭേദമെന്നവർ ആഗ്രഹിച്ചു പോകുന്നു. കടലിൽ ലയിക്കുന്ന കുമിളകളോടാണ് അവർ ജീവാത്മാക്കളെ ഉപമിച്ചിട്ടുള്ളത്. അവ്യക്തഗത ഭാവന കൊണ്ട് നേടാവുന്ന ആധ്യാത്മിക ജീവിതത്തിൻ്റെ പരമകാഷ്ഠ ആണിത്. ആത്മീയ നിലനിൽപ്പിനെപ്പറ്റി പൂർണ്ണമായ അറിവ് കൈവന്നിട്ടില്ലാത്ത ഈ ജീവിതഘട്ടം ഭയാനകമാണ്. ഇതിനു പുറമേ ആത്മീയ നിലനിൽപ്പിനെക്കുറിച്ച് യാതൊന്നും മനസ്സിലാക്കാൻ കഴിയാത്തവരും അനേകമുണ്ട്. പല പല സിദ്ധാന്തങ്ങളിലും വൈരുദ്ധ്യങ്ങളിലും തത്വജ്ഞാനപരമായ ഊഹാപോഹങ്ങളിലും പെട്ട് കുഴങ്ങി അവർക്ക് മനം മടുത്തു പോകുന്നു. അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് പ്രപഞ്ചത്തിന് മൂലഹേതുവായി ഒന്നുമില്ലെന്നും എല്ലാം ശൂന്യതയിൽ അവസാനിക്കുന്നുവെന്നുമുള്ള ബുദ്ധിശൂന്യമായ നിലപാടിലെത്തിച്ചേരുന്നു. രോഗാവിഷ്ടമായ മട്ടിലാണ് അത്തരക്കാരുടെ ജീവിതം. ഭൗതികാസക്തി കൂടുതലുള്ളതിനാൽ ചിലർ ആത്മീയ ജീവിതത്തിൽ ശ്രദ്ധിക്കാറില്ല. ചിലർക്ക് ബ്രഹ്മത്തിൽ ലയിക്കാനാണ് ആഗ്രഹം. ചിലരാകട്ടെ ആത്മീയമായ എല്ലാ ഊഹാപോഹങ്ങളിലും വെറുപ്പ് വന്ന് നിരാശ മൂലം ഒന്നിനെയും വിശ്വസിക്കാതെയാവുന്നു. ഈ ഒടുവിൽ പറഞ്ഞ കൂട്ടരാണ് ലഹരി പദാർത്ഥങ്ങളെ അഭയം പ്രാപിക്കുക. അവരുടെ സ്മൃതി വിഭ്രമങ്ങൾ ചിലപ്പോൾ ദിവ്യദർശനങ്ങളെന്ന് വ്യാഖ്യാനിക്കപ്പെടാറുണ്ട്. ഭൗതികാസക്തിയുടെ 3 ഘട്ടങ്ങളെയും മനുഷ്യൻ പിന്നിടേണ്ടിയിരിക്കുന്നു. ആത്മീയ ജീവിതത്തോടുള്ള ഉപേക്ഷാഭാവം, ആത്മീയമായൊരു വ്യക്തിത്വത്തെ കുറിച്ചുള്ള ഭയം, ജീവിത നൈരാശ്യത്തിൽ നിന്ന് ഉടലെടുക്കുന്ന ശൂന്യതാവാദം, ഭൗതികമായ ജീവിത സങ്കല്പത്തിൻ്റെ ഈ 3 ഘട്ടങ്ങളെയും കടന്നുകിട്ടാൻ അഭിമതനായ ആധ്യാത്മിക ഗുരുവിൻ്റെ ഉപദേശപ്രകാരം ഭഗവാനിൽ പൂർണ്ണമായി അഭയം പ്രാപിക്കുകയും ഒരു ഭക്തന് വേണ്ടുന്ന ജീവിത പ്രമാണങ്ങളും ചര്യാക്രമങ്ങളും അംഗീകരിക്കുകയും വേണം. ഭാവം അല്ലെങ്കിൽ ദിവ്യമായ ഭഗവത് പ്രേമമാണ് ഭക്തി സാധനയുടെ അവസാന ഘട്ടം. ഭക്തിയുത സേവനത്തിൻ്റെ ശാസ്ത്രമായ ഭക്തിരസാമൃത സിന്ധു 4:15-16 പറഞ്ഞതനുസരിച്ച് ആദൗ ശ്രദ്ധ തദ സാധു സംഘോദ ഭജനക്രിയ തദോനർത്ഥ നിവൃത്തി സ്യാത് തദോ നിഷ്ഠാ രുചിസ്തതഃ അദാസക്തിസ്തദോ ഭാവ തദ പ്രേമാഭ്യുദഞ്ചതി സാധകാനാമയം പ്രേംന പ്രാദുർഭാവേ ഭവേത് ക്രമഃ. തുടക്കത്തിൽ ആത്മസാക്ഷാത്കാരത്തിനുള്ള പ്രാഥമികമായ ആഗ്രഹം വേണം. അത് ആത്മീയോത്കർഷം നേടിയവരുമായുള്ള സമ്പർക്കത്തിന് ശ്രമിക്കുന്ന അവസ്ഥയിലേക്കെത്തിക്കും.
അടുത്ത ഘട്ടത്തിൽ ശ്രേഷ്ഠനായ ഒരു ആധ്യാത്മിക ഗുരുവിൽ നിന്ന് ദീക്ഷ ലഭിക്കുകയും അദ്ദേഹത്തിന്റെ കീഴിൽ സാധകൻ ഭക്തിപരമായ സേവന കർമ്മങ്ങളിൽ ഏർപ്പെട്ടു തുടങ്ങുകയും ചെയ്യും. ഗുരുവിന്റെ മേൽനോട്ടത്തിൽ സേവനകർമ്മം അനുഷ്ഠിക്കുന്നതുകൊണ്ട് ആസക്തി ആകമാനം നീങ്ങി ആത്മസാക്ഷാത്കാരത്തിൽ സ്ഥിരമതിയാകുന്നു. പരമപുരുഷനായ ഭഗവാൻ കൃഷ്ണന്റെ കഥാശ്രവണത്തിൽ ഔത്സുക്യം ജനിക്കുകയും ചെയ്യുന്നു. ഈ ഔത്സുക്യം ഒരാളെ കൃഷ്ണാവബോധത്തോടുള്ള മമതാബന്ധത്തിലെത്തിക്കുകയും അതിൻ്റെ ഭാവം എന്ന പരിപക്വമായ അവസ്ഥയിൽ അല്ലെങ്കിൽ കൃഷ്ണനോടുള്ള അതിരറ്റ സ്നേഹത്തിൽ എത്തിക്കുകയും ചെയ്യുന്നു. ഭഗവാനോട് തോന്നുന്ന ഈ യഥാർത്ഥ സ്നേഹത്തെ പ്രേമം അഥവാ മനുഷ്യ ജീവിതത്തിൻ്റെ സമ്പൂർണ്ണ അവസ്ഥ എന്ന് പറയുന്നു. ഈ പ്രേമാവസ്ഥയിൽ ജീവാത്മാക്കൾ നിരന്തരം ദിവ്യമായ ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്നു. അതുകൊണ്ട് ഒരു വിശ്വാസ്യനായ ആധ്യാത്മിക ഗുരുവിൻ്റെ കീഴിൽ ക്രമേണ ഭക്തിയുത സേവനം അനുഷ്ഠിച്ചുകൊണ്ട് ഒരാൾക്ക് ഭൗതിക ആസക്തികളിൽ നിന്നും ആധ്യാത്മിക വ്യക്തിത്വത്തെക്കുറിച്ചുള്ള ഭയത്തിൽ നിന്നും ശൂന്യതാവാദത്തിൽ നിന്നും ഉളവായ ഇച്ഛാഭംഗങ്ങളിൽ നിന്നും മുക്തനായി പരമമായ പദം പ്രാപിക്കാൻ കഴിയും. അപ്പോൾ ഒരാൾക്ക് സർവേശ്വരന്റെ ധാമത്തിൽ നിഷ്പ്രയാസം ചെന്നെത്താം. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.